मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। वाओ किट्टी। സണ്ണി, നീ വീണ്ടും ഞങ്ങളെ വൃത്തികേടാക്കിയല്ലേ? You are looking so beautiful. കിറ്റി, കിറ്റി എങ്ങോട്ടാ പോകുന്നത്? കിറ്റി എന്നോടൊപ്പം ലഞ്ചിലേക്ക് വരികയാണ്. എന്നാൽ നീ ഞങ്ങളോടൊപ്പം സിനിമ കാണാൻ വരികയായിരുന്നില്ലേ? നീ തീർച്ചയായും ഞങ്ങളോടൊപ്പം തന്നെ വരണം. കിറ്റി എന്നോടൊപ്പമേ വരുള്ളൂ. എന്റെ അളിയന് തല്ലുന്നോ നീ? അത്രയ്ക്ക് അഹങ്കാരിയായ നീ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആ ബണ്ണി എവിടെ പോയി? നിന്റെ പുറകെ തന്നെ ഉണ്ട്. രണ്ടുപേരും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മളെ രണ്ടുപേരും ഒട്ടിപ്പിടിച്ചിരിക്കുക. വീട്ടിൽ വരുന്നവരെ ചെയ്യണം വെൽക്കം. വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ ഗം. അടികൈ. ഇത് എന്ത് ഗമ്മാണ്? ഞങ്ങൾക്ക് വേർപെടാൻ കഴിയുന്നില്ലല്ലോ. ഇതെന്റെ അമ്മാവന്റെ സ്പെഷ്യൽ ഗമ്മാണ്. ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന സാധനം അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സൊല്യൂഷൻ കൊണ്ടേ വേർതിരിക്കാൻ പറ്റൂ. എങ്കിൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ഉടൻ തന്നെ സൊല്യൂഷൻ വാങ്ങിക്ക. ഒരു മിനിറ്റ്. അടിച്ചു പൊളിക്കൊക്കെ ടീനേജിലാണ്. അമ്മാവന്റെ മൊബൈൽ ഫോൺ ഔട്ട് ഓഫ് കവറേജിലാണ്. അടികൈ. എന്തിനാ കൈ അടിക്കേണ്ടത്? ഞങ്ങൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതിനോ? ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയി സൊല്യൂഷൻ എടുത്തോണ്ട് വരാം. നീ എന്താ ഈ കാണിക്കുന്നത്? നിന്നെ എന്റെ അടുത്തൊന്നും മാറ്റാൻ നോക്ക. എടാ നിക്ക്, നീ എങ്ങോട്ടാ നീ കൊണ്ടുപോകുന്നത്? എനിക്ക് ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല. എനിക്ക് പ്രധാനപ്പെട്ട ഒരു പണിയുണ്ട്. ഞാൻ എവിടെ പോകുന്നുവോ നീ എന്നോടൊപ്പം അവിടേക്ക് വരണം. സണ്ണി നിൽക്ക്, നിൽക്കാനാ പറഞ്ഞത്. ബൈ. സണ്ണി, ബൈക്ക് നിർത്ത്. ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് തല കറങ്ങുന്നു. മിണ്ടാതെ ഇരിക്കുന്നത് നല്ലതാ. ഞാൻ വണ്ടി ഓടിക്കാം, പുറകിലിരിക്ക. സൈക്കിൾ ഓടിക്കുന്ന നിനക്ക് ബൈക്ക് ഓടിക്കാൻ ആഗ്രഹമല്ലേ? ഇന്ന് ചാൻസ് കിട്ടിയിരിക്കുക പഴയ കണക്കുകളൊക്കെ തീർക്കാനായിട്ട്. പക്ഷെ എന്താ ചെയ്യാ? ആ പുല്ല്, ഇനിയാണ് തമാശ. നല്ല രസമുണ്ടല്ലേ? എങ്ങനെ സന്തോഷിക്കാന്ന് ഇവൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എന്റെ പെയിന്റ് ഇല്ല. എന്താ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ടോ? എന്റെ അടുത്താണോ നിന്റെ കളി? എന്റെ പെയിന്റ് മുഴുവൻ കളഞ്ഞു. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ നോക്കിക്കോ, എനിക്കൊരു അവസരം കിട്ടും. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓ എന്റെ ബൈക്ക്. എന്താണ് നീ കാണിക്കുന്നത്? തന്ന പണിക്ക് തിരിച്ചു പണി. പറയണ സാർ, പിള്ളേർക്കെന്നും പുതിയ ഫാഷനാ. അമ്മാവൻ ഔട്ട് ഓഫ് സ്റ്റേഷനാ. നാളെ വരും. അടികൈ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ചോ. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഓക്കേ, ഞാൻ മിണ്ടാ സോഫയിൽ ഇരുന്ന് മര്യാദക്ക് ടി വി കണ്ടോളാം.
നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ കാണിക്കുന്നത്? ഇവനാണ് തുടങ്ങി വെച്ചത്. ഇതാ നോക്ക്, നാളെ രാവിലെ വരെ നിങ്ങൾ ഒന്നിച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്ക. തന്റെ വാചകമൊക്കെ തന്റെ കൈ വെച്ചാൽ മതി. എനിക്ക് സ്ക്വാഷ് കളിക്കേണ്ട സമയമായി കഴിഞ്ഞു. കിറ്റി, നീ വരുന്നോ? ഇന്നത്തെ കളി കാണാൻ നല്ല രസമായിരിക്കും. ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാരും കളിക്കാം. എന്നാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കരുത്. ഓക്കേ. ബൈ ബൈ. നന്നായിട്ട് കളിക്കണം, വഴക്ക് കൂടരുതേ. കിറ്റി, ഞാനൊന്ന് വാമപ്പ് ചെയ്തോട്ടെ, പിന്നീട് ഞാൻ കളി തുടങ്ങാം. എനിക്ക് കളിക്കണ്ട. എന്നാ നീ ഒരിടത്ത് പോയി അടങ്ങിയിരിക്കേ. നീ എന്താണ് ഈ കാണിക്കുന്നത്? Warm up. ആരാണ് എന്നെ തല്ലിയത്? സോറി. നിന്നെ ഞാൻ, എന്നോടാണോ നിന്റെ കളി? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സണ്ണി, മതിയാക്ക്. രണ്ടും കൂടെ ഒന്നിച്ചിരുന്നാൽ ഒരു പരിവാവും. രണ്ടുപേരെയും വേഗം വേർതിരിച്ചേ മതിയാവും. സംശയമുണ്ടോ? ഇതാ നോക്ക്, നാളെ രാവിലെ വരെ നിങ്ങൾ ഒന്നിച്ചിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ലാബ് ഇവിടെ തന്നെയല്ലേ ഉള്ളത്. ഇവരെ വേർതിരിക്കാനുള്ള സൊല്യൂഷൻ ലാബിൽ തന്നെ ഉണ്ടാവും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഈ കഴുത നല്ലൊരു ഐഡിയ തന്നിരിക്കുകയാണ്. ഞാൻ കഴുത തന്നെയാ, എന്നാൽ നിന്നെ പോലെ വെറും മണ്ടനല്ല. വേഗം വാ, വഴക്ക് മതിയാക്ക്. വേഗം വാ. നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കെ ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ആ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുക? എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇത് ലവൻ ഗ്യാസ് ആണ്. നിൽക്ക്, ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നീ ഇട്ട കെമിക്കൽ കാരണം ഇപ്പൊ പുതിയതായിട്ടൊരു ഗ്യാസ് ഫോം ആയിരിക്കാണ്. ശ്വാസം കിട്ടുന്നില്ല. വേണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. ഞങ്ങൾ നാളെ രാവിലെ മുത്തശ്ശൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. വേഗം വാതിൽ തുറക്ക്. ഇപ്പൊ തന്നെ തുറക്കാം. ഗ്യാസ് എല്ലാം പുറത്തു പോയി. ഇത് തീർച്ചയായും അമ്മാവന്റെ പുതിയ കണ്ടുപിടുത്തമായിരിക്കണം. ചിലപ്പോൾ ഇതായിരിക്കും വേർതിരിക്കാനുള്ള സൊല്യൂഷൻ. ഇത് വല്ലാതെ ചൊറിയുന്നു. എന്റെ
കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യേ, വേഗം എന്തെങ്കിലും ചെയ്യേ. ഓ അറിയാത്തുള്ള ചൊറിയുമ്പോ അറിയെന്ന് പറയും. സംശയമുണ്ടോ? വേണ്ട വേണ്ട. സണ്ണി എന്തായി കാണിക്കുന്നത്? ഒന്ന് സമാധാനിക്കേ. എനിക്ക് ചൊറിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളം സണ്ണി വേഗം വാ. നിനക്കല്ലേ വല്ലാത്ത ചൊറിച്ചല്. നീ ആദ്യം അകത്തേക്ക് പോ. നമ്മൾ വേർപെട്ടു. വീട് വെച്ചപ്പോൾ ഞാൻ നന്നായി കഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വേർപെട്ടു. വെള്ളം കൊണ്ടപ്പോൾ ഈ ഗം ഉടനെ ഇളകി. മണി, നിനക്ക് ചൊറിച്ചിലുണ്ടായിരുന്നിട്ടും എന്നെയാണ് നീ ആദ്യം വെള്ളത്തിലോട്ട് തള്ളിയത്. കൂട്ടുകാരാ, ഇതിന് പ്രതിഫലമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കിറ്റിയെ ഞങ്ങളോടൊപ്പം സിനിമയ്ക്ക് അയക്ക. ഇല്ല, കിറ്റി എന്നോടൊപ്പം ലഞ്ചിന് വരും. ഇല്ല, കിറ്റി സിനിമയ്ക്ക് വരും. ലഞ്ചിന്. സിനിമയ്ക്ക്. ലഞ്ച്. സിനിമ. ചിലരെ ഒരിക്കലും നന്നാക്കാൻ സാധിക്കുകയില്ല. സംശയമുണ്ടോ? ലഞ്ച്.